ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് വിവരിക്കുവാനും അതേപോലെ പാകിസ്ഥാന്റെ ഭീകരത ലോക രാജ്യങ്ങൾക്ക് മുൻപിൽ തുറന്നു കാണിക്കുവാനും ഇന്ത്യൻ പ്രതിനിധി സംഘം മാഡ്രിഡിൽ എത്തിയ വേളയിൽ ഒരു ഇന്ത്യൻ പ്രവാസി തന്നെ ഒരു കുത്തിത്തിരിപ്പ് ചോദ്യവുമായി DMK പ്രതിനിധിയായ കനിമൊഴിയോട് ചോദിച്ചു. ഇന്ത്യയുടെ ദേശീയ ഭാഷ എന്താണ്? എന്നാൽ താൻ വെറുമൊരു രാജ്യസ്നേഹിയല്ല, എൻ്റെ രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളെയും ഒരേപോലെ തന്നെ സ്നേഹിക്കുന്ന ഒരു രാജ്യസ്നേഹിയാണ് എന്ന് തെളിയിക്കുകയാണ് തമിഴ്നാട്ടിൽ നിന്നെത്തിയ DMK പ്രതിനിധി കനിമൊഴി കരുണാനിധി. ഇന്ത്യയുടെ ദേശീയ ഭാഷ നാനാത്വത്തിൽ ഏകത്വം എന്നതായിരുന്നു അവരുടെ മറുപടി. നമുക്കറിയാം, നമ്മളെല്ലാവരും പഠിച്ച കാലം മുതൽക്കേ തന്നെ കേൾക്കുന്ന ഒരു വാചകമാണ് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി, അല്ലെങ്കിൽ നാനാത്വത്തിൽ ഏകത്വം. വ്യത്യസ്ത സംസ്കാരമുള്ള ഒരുപാട് ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഇന്ത്യ എന്ന മഹാരാജ്യത്തിൽ അവരെല്ലാവരും ചേർന്നുകൊണ്ട് ഒരു ഐക്യമുണ്ടാക്കുന്നു എന്നത് തന്നെയാണ് നാനാത്വത്തിൽ ഏകത്വം എന്നതുകൊണ്ട് മനസ്സിലാകുന്നത്. പല പല ഭാഷകൾ സംസാരിക്കുന്നവരായാലും ഒരു ദേശീയ ഭാഷയുടെ ചരടിൽ കെട്ടേണ്ട ആവശ്യമില്ലാത്തവരുമായ മനസ്സിൽ ഐക്യം സൂക്ഷിക്കുന്ന, അതുപോലെ പ്രവൃത്തിയിലെല്ലാം ഐക്യം സൂക്ഷിക്കുന്ന ഒരു ജനത, അതിനുള്ള മറുപടിയാണ് ഇന്ത്യയിൽ നിന്നും തന്നെയുള്ള ഒരു പ്രവാസിക്ക് കനിമൊഴി നൽകിയിരിക്കുന്നത്. ഇതോടുകൂടി തന്നെ ഈ പ്രവാസിയുടെ വാ അടഞ്ഞു പോവുകയാണ് ഉണ്ടായത്. തമിഴ്നാട്ടിൽ നടക്കുന്ന ത്രിഭാഷാ പോരിന്റെ അടിസ്ഥാനത്തിലാണ് അയാൾ അത്തരമൊരു ചോദ്യം ഉന്നയിച്ചുകൊണ്ട് കനിമൊഴിയെ ചൊറിയാൻ നോക്കിയത്. എന്നാൽ ഇന്ത്യൻ പ്രവാസിയുടെ വാ ഒറ്റ മറുപടിയിൽ അടപ്പിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അതേസമയം ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഇന്ത്യയുടെ ജനസമ്പർക്ക പരിപാടിയുടെ ഭാഗമായി സ്പെയിനിലേക്ക് പോയ സർവകക്ഷി സംഘം നയിക്കുന്ന DMK MP ആയ കനിമൊഴി കരുണാനിധിയുടെ ഒരു പ്രസംഗം ഇപ്പോൾ സമൂഹ മാധ്യമത്തിൽ വലിയ രീതിയിലാണ് വൈറലായി മാറിയിരിക്കുന്നത്. ഇന്ത്യയുടെ ദേശീയ ഭാഷയെക്കുറിച്ച് ചോദിച്ചപ്പോഴായിരുന്നു ഇന്ത്യയുടെ ദേശീയ ഭാഷ നാനാത്വത്തിൽ ഏകത്വം ആണ് എന്നത് അവർ ഒരു മറുപടി നൽകുന്നത്. തൻ്റെ പ്രതിനിധി സംഘം ലോകത്തെ അറിയിക്കാൻ ലക്ഷ്യമിടുന്ന ഒരു സന്ദേശമാണിതെന്നും അവർ ഇവിടെ അടിവരയിട്ട് പറയുകയാണ് ചെയ്തത്. ഇന്ത്യയുടെ ദേശീയ ഭാഷ ഐക്യവും വൈവിധ്യവുമാണ്. ഈ പ്രതിനിധി സംഘം ലോകത്തിന് നൽകുന്ന സന്ദേശം അതാണ്. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും അതുതന്നെയാണ് എന്നും മാഡ്രിഡിലെ ഇന്ത്യൻ പ്രവാസികൾ ഒരാളുടെ ചോദ്യത്തിന് മറുപടിയായി അവർ പറഞ്ഞു. തമിഴ്നാട്ടിലെ DMK സർക്കാരും കേന്ദ്രവും തമ്മിൽ ഭാഷയെ ചൊല്ലി വലിയ തർക്കങ്ങൾ ഉണ്ടായി. പ്രത്യേകിച്ച് 2020 ദേശീയ വിദ്യാഭ്യാസ നയത്തിലെ ത്രിഭാഷാ ഫോർമുലയുമായി ബന്ധപ്പെട്ട അടുത്തിടെ ഉണ്ടായ കടുത്ത പോരാട്ടത്തിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ ഒരു ചോദ്യം ഉന്നയിച്ചിരിക്കുന്നത്. ഉത്തരവും നമ്മുടെ രാജ്യത്ത് വളരെയധികം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, അതുപോലെ നമ്മൾ അത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. നിർഭാഗ്യവശാൽ നമ്മൾ വഴിതിരിക്കപ്പെടുകയാണ് ചെയ്തത്. നമ്മൾ തീവ്രവാദത്തെ നേരിടേണ്ടതുണ്ട്. യുദ്ധം തികച്ചും അനിവാര്യമാണ്. ഇന്ത്യ സംരക്ഷിതമായ സ്ഥലങ്ങളാണ് എന്നും കാശ്മീർ സുരക്ഷിതമാണ് എന്ന് സർക്കാർ ഉറപ്പാക്കണമെന്നും DMK MP ഇവിടെ വ്യക്തമാക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഇന്ത്യക്കാർ എന്ന നിലയിൽ ഇന്ത്യ സുരക്ഷിതമാണ് എന്ന സന്ദേശം നമ്മൾ വ്യക്തമാക്കണം. അവർ എന്തു വേണമെങ്കിലും ശ്രമിച്ചേക്കാം, പക്ഷേ അവർക്ക് നമ്മളെ, അതായത് പാകിസ്ഥാന് നമ്മളെ വഴിതെറ്റിക്കാൻ കഴിയില്ല എന്നും കാശ്മീർ സുരക്ഷിതമായ ഒരു സ്ഥലമായി തുടരുമെന്നും ഞങ്ങൾക്ക് ഉറപ്പാണ് എന്നും അവർ ഇവിടെ ഊന്നി പറയുകയാണ് ചെയ്തിരിക്കുന്നത്. കനിമൊഴി നയിക്കുന്ന സംഘത്തിന്റെ 5 രാജ്യ സന്ദർശനത്തിന്റെ അവസാന ഘട്ടമാണ് സ്പെയിൻ. അതിനുശേഷം അവർ ഇന്ത്യയിലേക്ക് മടങ്ങും. സമാജ്വാദി പാർട്ടി MP ആയ രാജീവ് കുമാർ റേ, BJPയുടെ ബ്രിജേഷ് ചൗട്ട, AAPയുടെ അശോക് മിത്തൽ, അതുപോലെ RJDയുടെ പ്രേംചന്ദ് ഗുപ്ത, മുൻ നയതന്ത്രജ്ഞൻ മഞ്ജീവ് സിംഗ് പുരി എന്നിവരാണ് ഈ സംഘത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന മറ്റ് വ്യക്തികൾ. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.